മുൻ ആനപ്പാപ്പാൻ ശ്രീ ആറന്മുള മോഹൻദാസ് ചേരുന്നുണ്ട്. ശ്രീ ആറന്മുള മോഹൻദാസ് ഏറ്റവും ഒടുവിലായി നമ്മുടെ മുന്നിൽ ഒരു ദുരന്തമാണ്. അപ്പോൾ ഇവിടെ പരിശോധിക്കപ്പെടേണ്ട സാഹചര്യം കാലാവസ്ഥയൊക്കെ അറിയാമല്ലോ, കാലാവസ്ഥകൾ മാറുന്നു, ഇനി ചൂട് കാലാവസ്ഥ. അപ്പോൾ ഈ ആനകളുമായി ബന്ധപ്പെട്ട് അവരുടെ പരിചരണ രീതി, ഒരു പ്രകോപനാവസ്ഥയിലേക്ക് ആനകൾ പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആറന്മുള മോഹൻദാസാണ് സാർ. നമ്മൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടെ കാണേണ്ട പല ഘടകങ്ങളുമുണ്ട്. പ്രധാനമായിട്ടും പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകൾ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് എത്തുമ്പോഴേക്കും വെടിക്കെട്ടിന് തീ കൊളുത്തുക, അത് ഒരു മാനദണ്ഡവും ഇല്ലാതെ ശ്രദ്ധിക്കാതെ അവര് പടക്കത്തിന് തീ കൊളുത്തുക. ഈ കഴിഞ്ഞ സീസണിൽ പല സ്ഥലത്തും 3-4 സ്ഥലത്ത് ഞങ്ങൾക്കത് അനുഭവപ്പെട്ടു. ഞാൻ എലിഫന്റ് സ്ക്വാഡിൽ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും എലിഫന്റ് സ്ക്വാഡിന്റെ സേവനമില്ല. ആന കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ് എലിഫന്റ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തിയിട്ട് അപ്പോഴേക്കും ഒരുപാട് നാശനഷ്ടങ്ങളും ആളപായവും ഒക്കെ സംഭവിച്ചു പോകും. അപ്പോൾ ഓൺ സ്പോട്ടിൽ എലിഫന്റ് സ്ക്വാഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എലിഫന്റ് സ്ക്വാഡിനെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ആനക്കാർക്കും മറ്റുള്ളവർക്കും കമ്മിറ്റിക്കാർക്കും ഒക്കെ നിർദ്ദേശം കൊടുക്കും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഞങ്ങൾ ഈ ആനയുടെ പുറയിൽ വന്നു നിന്നിട്ട് ഞങ്ങൾ ആനക്കാരോടൊക്കെ ഇടകൂട്ടാൻ പറയും, ഇടയാട്ടം വെക്കാൻ പറയും, ബന്ധോസുകളൊക്കെ ചെയ്യാൻ പറയും, മുൻകരുതലെടുക്കും. വെടിക്കെട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടേ വെടി പൊട്ടിക്കാവുള്ളൂ എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾ പറയും. കമ്മിറ്റിക്കാരെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കും. ഇതൊക്കെ എലിഫന്റ് സ്ക്വാഡിന്റെ ആൾക്കാർ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇനി നമുക്ക് ഉത്സവത്തിന്റെ കാലഘട്ടമാണ്. ഇനി മെയ് മാസത്തോടുകൂടി, മെയ് മാസം വരെ നമുക്ക് ഉത്സവങ്ങളാണ്. അവിടെ ആന വളരെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ ഇളവുണ്ട്. ആ ഇളവിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞുവല്ലോ, എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ അവരുടെ സാന്നിധ്യം വേണമെന്നതടക്കം അതൊക്കെ പാലിക്കപ്പെടാൻ അങ്ങനെ വലിയ സങ്കീർണമായ അവസ്ഥയൊന്നുമില്ലല്ലോ. അത് പെട്ടെന്ന് ലഭ്യമാക്കാവുന്ന കാര്യങ്ങളല്ലേ? അവിടെയൊക്കെ ചില നിസ്സംഗതകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നമാണോ? അപ്പോൾ ഗൗരവത്തോടുകൂടി നമ്മൾ പരിപാലിക്കേണ്ട, നമ്മൾ സൂക്ഷിക്കേണ്ട, ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങൾ എലിഫന്റ് സ്ക്വാഡിനെ നിർബന്ധമാക്കുക ആനകളെ എഴുന്നള്ളിക്കുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ ആനകളും മതിയായ ബന്ധോസും കാര്യങ്ങളും ഉണ്ടാവുക. മകരകുംഭ മാസമാണ്. മകരകുംഭത്തിൽ തണുപ്പ് മഞ്ഞ് കൂടുതലാണ്. ആനകൾക്കൊക്കെ ഇടക്കോള് വരുന്ന സമയമാണ്. മദപ്പാടിന്റെ സീസൺ അടുക്കുന്ന സമയമാണ്. ചൂട് കൂടുതലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആനകൾക്ക് ആവശ്യത്തിന് വെള്ളം, ഭക്ഷണം അതെല്ലാം കൊടുക്കുക. ഈ പൊരു വെയിലത്ത് ആന റോഡിൽ കൂടി നടത്തുന്നത് പരമാവധി ഒഴിവാക്കുക. വെയിൽ അറിയതിന് ശേഷം ഒരു 4 മണിക്ക് ശേഷമൊക്കെ ആന എഴുന്നള്ളിച്ച് തുടങ്ങിയ ആനകൾക്ക് വലിയ ഇറിറ്റേഷൻ വരില്ല. അതുപോലെ പടക്കം, വെടിക്കെട്ട് ഇതൊക്കെ കത്തിക്കുന്നത്, ആനകളൊക്കെ തന്നെ ഉത്സവപ്പറമ്പിലേക്ക് എത്തുമ്പോൾ കൗതുകത്തോടെ നിൽക്കുന്ന ആളുകൾ അതിനെ പ്രകോപനത്തിന് വേണ്ടി, ഇപ്പോൾ അറിയാമല്ലോ, ഫോട്ടോഷൂട്ടാണ് പ്രധാനപ്പെട്ട ഒരു രീതി. അപ്പോൾ ആനകളെ കാണുമ്പോഴുണ്ടാകുന്ന പാലിക്കേണ്ട കാര്യങ്ങൾ, പ്രകോപനമുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ കാലാവസ്ഥ, അതിനൊപ്പം തന്നെ നമ്മൾ ഈ കാഴ്ചക്കാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടി. കാഴ്ചക്കാർ മനസ്സിലാക്കേണ്ടത് പരമാവധി ആനകളിൽ നിന്ന് കൃത്യമായ ഒരു അകലം പാലിച്ച് നിൽക്കാവുള്ളൂ. സാധാരണ ആൾക്കാർ തള്ളിക്കയറി ആനയുടെ മുമ്പിലേക്ക് വരിക. നമ്മൾ പറഞ്ഞാൽ പോലും മാറത്തില്ല. ഞങ്ങൾ പോലീസിന്റെ സഹായം തേടാറുണ്ട് ആൾക്കാരെ മാറ്റാൻ. ആനക്കാരുടെ തോളെ കൈയിട്ടിട്ട് അവരോട് വർത്താനം പറഞ്ഞ് നിൽക്കുക. ആനയുടെ മുമ്പിൽ നിന്ന് ആർപ്പ് വിളിക്കുക. അതുപോലെ തന്നെ ഈ നേർച്ചയ്ക്ക് മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ആനയുടെ തൊട്ട് മുന്നിൽ തന്നെ ഈ ഒരു പ്രത്യേകതരം ലൈറ്റ്, ഇങ്ങനെ ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു ലൈറ്റ് ഉണ്ട്. അത് കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കണ്ണടിച്ചു പോയെന്ന് തോന്നും. കുറച്ചു നേരത്തേക്ക് നമുക്ക് കണ്ണ് കാണില്ല. ആ ലൈറ്റ് ഒരു വലിയ റൗണ്ടില്, അതിനകത്താണെങ്കിൽ ആ വണ്ടിയിലാണ് വലിയൊരു ലോറി ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഒരു 10-20 ബോക്സ് ഉണ്ടാവും. അത് ഭൂമി കുലുക്കിക്കൊണ്ടാണ് അതിങ്ങനെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആനകളെ സംബന്ധിച്ച് അതിന് ശബ്ദം അലോസരമായിട്ട് തോന്നുന്നത്, നെഞ്ചിടിപ്പ് കൂട്ടുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ കുതിര, ഒട്ടകം, ഇതിനൊക്കെ ഇതിന്റെ ഇടയിൽ കൂടി പിടിച്ചോണ്ട് വരും. ഈ കുതിരയുടെ ചാണകത്തിന്റെ മണം തന്നെ കേട്ടാൽ ഓടിപ്പോകുന്ന ആനകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധക്കുറവെന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എല്ലാ വിധത്തിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയാണ്, കരുതലും ശ്രദ്ധയാണ് ഇതിനകത്ത് വേണ്ടത്. ഇതിനൊരു ചിട്ടവട്ടം വേണം, ഒരു നിബന്ധന വേണം തീർച്ചയായിട്ടും. ആ നിബന്ധനയെ കൂടി ചിട്ടയോടുകൂടി പോയാൽ അപകടമില്ലാതെ നമുക്ക് സുഗമമായിട്ട് എഴുന്നള്ളിപ്പുകൾ നടത്താം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ പങ്കുവെച്ചത് ശ്രീ ആറന്മുള മോഹൻദാസ്. വളരെയധികം നന്ദി.